രാജ്യത്ത് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലായിരുന്നു അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന കാണിക്ക മോഷണം. ഒരു ദിവസം 6 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെയാണ് ക്ഷേത്ര ട്രസ്റ്റിലെ വിശ്വസ്തർ തന്നെ തട്ടിയെടുത്തതെന്നാണ് ഞെട്ടിപ്പിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. ശരിക്കും ഞെട്ടുന്ന കണക്കുകൾ ഇനി പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ. പിടിക്കപ്പെടാതിരിക്കാൻ വഴിയൊരുക്കിയായിരുന്നു മോഷണം. CCTV ദൃശ്യങ്ങൾ മറച്ചുവെച്ചും ധരിച്ച വസ്ത്രങ്ങളിലെ പോക്കറ്റുകളിലും സോക്സുകളിലും ഒളിപ്പിച്ചുവെച്ചുമാണ് പണവും സ്വർണവും വെള്ളിയുമൊക്കെ ഇവർ കടത്തിയത്. ദേവതയായി കണക്കാക്കുന്ന പണത്തെ ക്ഷേത്രത്തിലെ ശുചിമുറിയിൽ ഒളിപ്പിച്ച ശേഷം കുറച്ചായി കടത്തുകയും ചെയ്തു. ഒന്നിച്ചു കൊണ്ടുപോകുന്നത് ആരെങ്കിലും കണ്ടാൽ പിടിക്കപ്പെടുമോ എന്ന് ഭയന്നാണത്രേ ഈ രീതി സ്വീകരിച്ചത്. കാണിക്ക എണ്ണുന്ന ജീവനക്കാർ പോക്കറ്റില്ലാത്ത വസ്ത്രം ധരിക്കണമെന്നാണ് ചട്ടം. ചിലയിടങ്ങളിൽ വലിയ തോർത്തു മാത്രമാണ് പണം എണ്ണുന്ന സമയത്ത് ധരിക്കാൻ അനുവദിക്കുന്നത്. വസ്ത്രത്തിനുള്ളിൽ വലിയ നോട്ടുകൾ ഒളിപ്പിച്ചു കടത്താൻ സാധ്യതയുള്ളതിനാലാണിത്. ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഇവരുടെ ശരീര പരിശോധനയും നടത്താറുണ്ട്. എന്നാൽ അയോധ്യയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മഹാകുംഭമേളയുടെ സമയത്താണ് അയോധ്യയിൽ വൻ ഭക്തജനത്തിരക്കുണ്ടായത്. കാണിക്ക കുമിഞ്ഞുകൂടിയതോടെ എണ്ണാൻ വാരണാസിയിലെ ഒരു സ്ഥാപനം വഴി കൂടുതൽ ജീവനക്കാരെ എത്തിച്ചു. 40-ലധികം വരുന്ന ഇവരിൽ പലരും ട്രസ്റ്റ് അംഗങ്ങളുടെ വേണ്ടപ്പെട്ടവർ തന്നെയായിരുന്നു. സാധാവേഷത്തിലെത്തിയ ഇവർ ജോലി കഴിഞ്ഞ് കാര്യമായ പരിശോധനകളില്ലാതെയാണ് പുറത്തേക്ക് പോയത്. പോയ പോക്കിൽ ഇവർ എത്ര കൊണ്ടുപോയെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ജോമോന്റെ സുവിശേഷം എന്ന സിനിമയിൽ മുകേഷിന്റെ കഥാപാത്രം ബൈക്കിന്റെ വില കണക്കാക്കുന്നത് വായുവിൽ എഴുതിക്കൂട്ടിയാണ്. അതിനുശേഷം അത് മായ്ച്ചു കളയുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് അയോധ്യയിൽ ലഭിച്ച സ്വർണത്തിന്റെയും വെള്ളിയുടെയും കണക്കുകളുടെ സൂക്ഷിപ്പ്. ഇതുവരെ എത്ര വന്നുവെന്നോ അത് എന്തൊക്കെ ചെയ്തുവെന്നോ സാക്ഷാൽ ദൈവം തമ്പുരാന് പോലും അറിയില്ല. പരിശോധനയിൽ അടിച്ചുമാറ്റിയതിന്റെ ബാക്കിയായി 944 കിലോ വെള്ളി ലഭിച്ചിട്ടുണ്ട്. അത് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. തട്ടിപ്പ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് കാണിക്കപ്പണമായി ഒരു ദിവസം ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത് 16 മുതൽ 18 ലക്ഷം രൂപ വരെയായിരുന്നു. തട്ടിപ്പ് കണ്ടുപിടിച്ചതോടെ അത് 24 മുതൽ 26 ലക്ഷം വരെയായിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും തട്ടിപ്പിന്റെ വ്യാപ്തി. പണാപഹരത്തിന് പിടിയിലായ ജീവനക്കാരിൽ ഒട്ടുമുക്കാലിനും 15,000 രൂപ വരെയാണ് ശമ്പളം. പക്ഷെ ഇവർക്ക് ആഡംബര വീടുകളും കാറുകളും മറ്റ് കെട്ടിടങ്ങളുമുണ്ട്. അയോധ്യയിൽ നിന്ന് അടിച്ചുമാറ്റിയ പണം കൊണ്ടാണ് ഇതെല്ലാം സംഘടിപ്പിച്ചതെന്ന് വ്യക്തം. അല്ലെങ്കിൽ തെളിയിക്കാൻ അവരുടെ പക്കൽ രേഖകളൊന്നുമില്ല. സംഘപരിവാർ സംഘടനകളുമായി അടുപ്പമുള്ളവരുടെ വേണ്ടപ്പെട്ടവരാണ് തട്ടിപ്പിനിപ്പോൾ പിടിയിലായതിൽ കൂടുതലും. പക്ഷെ ഇതുവരെ ഉന്നതരിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. എവിടെ ചെറിയ തട്ടിപ്പ് കണ്ടാലും ചാടിപ്പുറപ്പെടുന്ന ED ഇത്ര വലിയ തട്ടിപ്പ് അറിഞ്ഞിട്ടേയില്ല. കാണിക്കപ്പണം അടിച്ചുമാറ്റിയത് എത്ര വലിയവനാണെങ്കിലും ശക്തമായ നടപടി വേണമെന്നാണ് ഭക്തരുടെ ആവശ്യം. അതേസമയം അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷൻ ചമ്പത് റായിക്ക് കുരുക്ക് കൂടുതൽ മുറുക്കി മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ പരാതി. 5 കോടി വിലമതിക്കുന്ന സ്വർണത്തിൽ തീർത്ത രാമചരിതമാനസം ചമ്പത് റായിയുടെ അറിവോടെ വഴിപാടായി നൽകിയെന്നും ഇപ്പോൾ ഒരു വിവരവുമില്ലെന്നും മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി S ലക്ഷ്മി നാരായണൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഒന്നും അറിഞ്ഞിരുന്നില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി കൊള്ളയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് തലയൂരാൻ നോക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് ചമ്പത് റായിക്ക് ഇരട്ട പ്രഹരമായിരിക്കുകയാണ് മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി S ലക്ഷ്മി നാരായണന്റെ പരാതി. ഇതിനിടെ ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാക്കളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് തെളിവ് വാങ്ങണമെന്ന വിചിത്ര ആവശ്യം VHP നേതൃത്വം പോലീസിന് മുന്നിൽ വെച്ചു. പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ 2024 ഏപ്രിലാണ് അയോധ്യ ക്ഷേത്രത്തിൽ 151 കിലോഗ്രാം തൂക്കം വരുന്ന സ്വർണത്തിൽ തീർത്ത ഗ്രന്ഥമായ രാമചരിതമാനസം വഴിപാടായി നൽകിയത്. ജീവിതകാലം നേടിയ സമ്പത്തും സ്വത്തുക്കളും ക്ഷേത്രത്തിന് നൽകുന്നുവെന്ന് പ്രകീർത്തിച്ച് RSS മുഖപത്രമായ ഓർഗനൈസർ ലക്ഷ്മി നാരായണനെ പുകഴ്ത്തി പ്രത്യേക ലേഖനവും നൽകിയിരുന്നു. പ്രതിഷ്ഠയ്ക്ക് സമീപം രാമചരിതമാനസം വെക്കണമെന്ന ഒറ്റ ആവശ്യമേ ലക്ഷ്മി നാരായണൻ ചമ്പത് റായിയോട് ഉന്നയിച്ചിരുന്നുള്ളൂ. തന്റെ ആഗ്രഹം നടപ്പാക്കാത്തത് ചോദ്യം ചെയ്തപ്പോൾ കിട്ടുന്ന സംഭാവനകൾ മുഴുവൻ വിഗ്രഹത്തിന് ചുറ്റും വെക്കാൻ കഴിയില്ലെന്നായിരുന്നത്രേ ചമ്പത് റായിയുടെ പ്രതികരണം. വഴിപാടിന് രസീതും നൽകിയില്ല. ക്ഷേത്രക്കൊള്ള വിവാദമായതോടെയാണ് മുൻ ആഭ്യന്തര സെക്രട്ടറി പരാതിയും SITക്ക് മൊഴിയും നൽകിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.